പോളിംഗ് ശതമാനം കഴിഞ്ഞ സമയത്തും ചില ബൂത്തുകളിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോട് നിന്ന് ഷാഹിദ് റഹ്മാൻ ചേരുകയാണ് നമ്മളോടൊപ്പം. ഷാഹിദ് ഏത് ബൂത്തിലാണുള്ളത്? വലിയ പോലീസ് സന്നാഹവും സുരക്ഷാ സേനയുടെ വിന്യാസവും ഒക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? മധു, നമ്മൾ നിൽക്കുന്നത് പയ്യാനക്കലാണ്. അല്പസമയം മുൻപ് ഈ പയ്യാനക്കല ബൂത്തിൽ ചെറിയൊരു സംഘർഷം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫൈസൽ ബാബു ഇവിടെ വരുന്നു. ഫൈസൽ ബാബുവുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങളോട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു CPM പ്രവർത്തകന് പോലീസ് അകാരണമായി ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നേരത്തെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഒരു പ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ശരിക്കും എന്താണ് സംഭവം ഉണ്ടായത്? സംഭവങ്ങളുടെ ഒരു തുടക്കം എന്താണ്? സംഭവം ഇവിടെ ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ലീഗാരേറ്റി. അത് കഴിഞ്ഞ് ഇവിടെ CI എന്തൊക്കെയാണ് CPM പ്രവർത്തകരെ തെരിഞ്ഞ് പിടിച്ചിട്ട് ആക്രമിക്കുകയാണ്. ഒരുത്തനെ പിടിച്ച് കയറ്റിക്കൊണ്ട് ഒരു ഇതുമില്ല, ഒരു നടപടി ഒന്നുണ്ട്. ചെറിയൊരു അങ്ങോട്ട് ഒരു ഒന്നും നീക്കുണ്ടായത് അത് അവസാനിച്ചതാണ്. CI ഒറ്റ നിലപാട്, CI മാത്രം എടുത്ത് CPM-മാരെ മാത്രം തെരിഞ്ഞ് പിടിച്ച് ആക്രമിക്കുക. ലൈനിൽ നിൽക്കും CPM-മാരോട് പറയാണല്ലോ നിങ്ങൾ ഇറങ്ങി പുറത്തിറങ്ങി കാണിച്ചു തരാന്ന്. അപ്പം ഇയാൾ വോട്ട് ചെയ്യാൻ വേണ്ടി നിന്നോ? വോട്ട് ചെയ്യാൻ നിന്ന ആളാണ്. വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് ഇയാൾ പിടിച്ചുകൊണ്ടുവന്നത്. ക്രൂരമായി മർദ്ദിച്ചിട്ടാ കൊണ്ടുപോകണേ. ഇതാ ക്രൂരമായി വോട്ട് എന്റെ അനിയനാ, ഭർത്താവിന്റെ അനിയനാണ്. ഞാനും ഏടത്തിയമ്മയും മക്കളും നിന്ന് വോട്ട് ചെയ്യാണ്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങും പ്രകോപനം ഇല്ലാതെ വെറുതെ അയാൾ പിടിച്ചതാക്കിയ CI. എന്ത് പറഞ്ഞിട്ട് CI പിടിച്ചത്? എന്താ പറയാ, ഞാൻ കേട്ടിട്ടില്ല. അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാ. അയാളെ പകരം ചെയ്തതാണ്. അല്ല, വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതാ. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ സമയത്ത് കയറി പിടിച്ചതാ. അനധികൃതമായി ചെയ്താ. എന്റെ നാലാളെ ലാസ്റ്റ് ഉണ്ടായത് പിടിച്ചു കൊണ്ടുപോയി പോലീസ് സമ്മതിക്കൂല. ഞങ്ങളെ രണ്ടാളും പിടിച്ചു കൊണ്ടുപോകും. എന്ത് കാരണമാ പറയുന്നത്? CI അടിച്ചെന്നാ പറയാം, പോലീസിനെ അടിച്ചെന്നാ പറയുന്നത്. അയാൾ CPM വിരോധത്തിന് ചെയ്തതാ, വേറെ ഒന്നിനല്ല. പാർട്ടി വിരുദ്ധത്തിന് വേണ്ടി ചെയ്തതാ, വേറെ ഒന്നിനല്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പിടിച്ചുകൊണ്ടുപോകും. ശരി, കോഴിക്കോട് നിന്നാണ് കാണുന്നത്. വലിയ പരാതിയാണ് ഉന്നയിക്കുന്നത്, ഗൗരവ സ്വഭാവമുള്ള പരാതികളാണ്. വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ പല ബൂത്തുകളിലും പല മണ്ഡലങ്ങളിലും സംഘർഷ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. നമുക്ക്